നമസ്കാരം. ഗാസയിൽ നിന്ന് അവശേഷിക്കുന്നവർ എത്രയും പെട്ടെന്ന് പ്രദേശം വിട്ടൊഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് 15 മാസക്കാലത്തിലേറെയായി രക്തരൂക്ഷിതമായിട്ടുള്ള സംഘർഷം നടക്കുന്ന പാലസ്തീന്റെ അവസ്ഥയാകട്ടെ വളരെ ദയനീയമാണ്. ഗാസ പ്രദേശങ്ങളിൽ അവശേഷിക്കുന്ന ഏറ്റവും അവസാനത്തെ ഹമാസിന്റെ ആളിനെ പോലും അവിടെ നിന്ന് തുടച്ചു നീക്കിയിട്ട് മാത്രമേ വിശ്രമിക്കൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഒന്നാമത്തെ വെടിനിർത്തൽ കരാറിന് ശേഷം ഏതാണ്ട് ജനുവരി 19-നാണ് ആദ്യ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. ലോകം വളരെ പ്രതീക്ഷയോടെയാണ് ആ കരാറിനെ കണ്ടത്. കാരണം അത്രയേറെ ദുരിതപൂർണമായിരുന്നു പാലസ്തീനികളുടെ അവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ലോകം ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനയിലേക്ക് വരുമ്പോഴാണ് ഇതാ ഇടുത്തി പോലെ രണ്ടാമത്തെ വ്യോമാക്രമണം ഏതാണ്ട് മാർച്ച് 18 ഇസ്രയേൽ പുനരാരംഭിച്ചത്. അതിന് പ്രധാനമായി കാരണം ആയിട്ട് അവർ ആരോപിക്കുന്നത് ഹമാസിനെ തന്നെയാണ്. ഹമാസ് തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയി എന്നാണ് അവർ പറയുന്നത്. കാരണം ബന്ദികളെ വിട്ട് അയക്കുന്ന കാര്യത്തിൽ നമുക്കറിയാം, ഏതാണ്ട് 15 മാസങ്ങൾക്ക് മുമ്പ് 2023 ഒക്ടോബർ മാസം 7-ാം തീയതി നടത്തിയ അതിപൈശാചികമായിട്ടുള്ള ഹമാസിന്റെ ആക്രമണം ധാരാളം ആളുകളെ കൊന്നൊടുക്കുകയും 1200-ലധികം ആളുകളെ കൊന്നൊടുക്കുകയും ഇസ്രയേലികളെ കൊന്നൊടുക്കുകയും ഏതാണ്ട് 250 ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു. ചർച്ചയുടെയൊക്കെ ഫലമായി കുറെ ആളുകളെ വിട്ടു നൽകിയെങ്കിലും ഏതാണ്ട് ഇപ്പോഴും 59ഓളം ബന്ദികൾ ഹമാസിന്റെ കൈവശം ഉണ്ട് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. അവരെ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ഹമാസ് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല, അവർ അതിൽ നിന്ന് പിന്നോക്കം പോകുന്നു എന്നുള്ളതാണ് ഇസ്രയേൽ ആരോപിക്കുന്ന ഏറ്റവും വലിയ കുറ്റം. എന്നാൽ തങ്ങൾ ഉന്നയിക്കുന്ന മനുഷ്യത്വപൂർണമായിട്ടുള്ള പല ഉടമ്പടികളോടും ഇസ്രയേൽ പ്രതികരിക്കുന്നില്ല, ഇസ്രായേലികൾ യോജിക്കുന്നില്ല എന്നുള്ളതാണ് ഹമാസ് പറയുന്നത്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഹമാസ് ഇത്രയേറെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത്. അവരുടെ ഖത്തറിന്റെ വിദേശകാര്യ വിഭാഗം തലവൻ, ഖത്തറിലെ ഹമാസിന്റെ വിദേശകാര്യ വിഭാഗം തലവൻ അബു മർസൂഖ് അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ഇത്രയേറെ ഒന്നും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അന്ന് 2023 ഹമാസ് ആക്രമണം നടത്തുമ്പോൾ അവർ ഇത്ര വലിയ ഭീകരമായ ഒരു തിരിച്ചടി ഇസ്രയേലിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് ലോകം ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാതെ എന്തു വില കൊടുത്തും അത് അവസാനിപ്പിക്കുവാൻ ഡൊണാൾഡ് ട്രംപ് തുനിഞ്ഞിറങ്ങിയ സാഹചര്യത്തിൽ നമ്മൾ സെലൻസ്കിയോടുള്ള സംഭാഷണത്തിൽ കണ്ടതാണ്. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് താങ്കൾ 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ നയിക്കുകയാണ്, അത് അവസാനിപ്പിക്കണം എന്ന് പറയുന്ന അതേ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇസ്രയേൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് വേണ്ടത്ര പിന്തുണ നൽകി ഈ ആക്രമണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് എന്നുള്ളത് അതിശയോക്തി പകരുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെയും ഹമാസിന്റെ ഓരോ പ്രവർത്തകനെയും പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യം തന്നെയാണ് അവർക്കുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള 2 പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയയിൽ ധാരാളം ആളുകൾ, 100 കണക്കിന് ആളുകൾ സംഘടിച്ചതിന് ശേഷം ഔട്ട് ഹമാസ് എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹമാസ് പുറത്തു പോകൂ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഭക്ഷണം വേണം, ഞങ്ങൾക്ക് മരുന്ന് വേണം, ഞങ്ങൾക്ക് ചികിത്സ വേണം, നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ആപത്താണ്, നിങ്ങൾ പുറത്തു പോകൂ എന്ന് ജനങ്ങൾ ആക്രോശിക്കുന്ന, ജനങ്ങൾ അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ധാരാളം വീഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഗാസയിലെ ജനങ്ങൾ തന്നെ, പലസ്തീനികൾ തന്നെ ഇവരോട് പുറത്തു പോകാൻ, അഥവാ ഹമാസിനോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. 2-3 പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ കൂടി ഇതിനോടൊപ്പം ഉണ്ടാകുന്നത് നമ്മൾ കൂട്ടുവായിക്കേണ്ടതായിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന ഇതിനിടയിൽ സന്നദ്ധ സേവനവുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ടായിരുന്ന തങ്ങളുടെ 85% ആളുകളെ പിന്നോട്ട് വിളിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ തിരിച്ചു വിളിച്ചു എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത് ഇസ്രായേൽ ആക്രമണം അവരുടെ ജീവന്റെ സുരക്ഷാ ഭീഷണി ഇതൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദം അതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. കാരണം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് വളരെ വലിയ ധനസഹായവും അതിനുവേണ്ടുന്ന പ്രവർത്തനങ്ങളും ഒക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ഇഷ്ടത്തിന് വിഘാതമാകും അത് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള സമ്മർദ്ദം തന്നെയാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ എന്നാണ് ആരോപിക്കപ്പെടുന്നത്. എന്തായാലും വളരെ ശക്തമായ നിലപാടുമായിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. ഈ 2ാമത് ആക്രമണം പുനരാരംഭിച്ചതിന് ശേഷം, മാർച്ച് 18-ന് ശേഷമുള്ള വ്യോമാക്രമണം
അവർ പുനരാരംഭിച്ചതിന് ശേഷം അതിശക്തമായ ആക്രമണമാണ് നമുക്ക് പലസ്തീൻ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാനായി കഴിയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 38 പേരാണ് അവിടെ വധിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അത് 65 ആളുകളായിരുന്നു. ഓരോ ദിവസവും ജനസംഖ്യ കൂടിയും കുറഞ്ഞും അതിശക്തമായ ആക്രമണമാണ് അവിടെ നടത്തുന്നത്. 2-3 തരത്തിലുള്ള ഒരു പ്ലാനിംഗ് ആണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാം ഘട്ട യുദ്ധം പുനരാരംഭിക്കുമ്പോൾ ഗാസയിലുള്ളത്. ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം എന്ന് പറയുന്നത്. അത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാരുമായി അമേരിക്കൻ പ്രസിഡന്റുമായി സംസാരിച്ച് സമ്മതം വാങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം അതിന് തുനിഞ്ഞതെന്ന് വൈറ്റ് ഹൗസ് വളരെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്താണ് ഇപ്പോൾ അവർ പിന്തുടരുന്ന 3 പ്ലാനുകൾ എന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ പരിശോധിച്ചാൽ, 1-2 ആഴ്ചയായിട്ട് പരിശോധിച്ചാൽ, അവരുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഭരണരംഗത്തെ നേതൃത്വത്തെ കൊന്നൊടുക്കുന്നതിൽ ഇവർ പ്രത്യേക ശ്രദ്ധ വെക്കുന്നു. ഏതാണ്ട് 6ഓളം ഭരണവുമായി ബന്ധപ്പെട്ട ഹമാസിന്റെ ഗാസയിലെ ഭരണവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 6-7 നേതാക്കളെ ഇതിനോടകം തന്നെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭരണരംഗത്തുള്ള അവരുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്, ഗവേണൻസുമായി ബന്ധപ്പെട്ട്, ഭരണവുമായി ബന്ധപ്പെട്ട നിലകൊള്ളുന്ന നേതാക്കന്മാരെ കൊന്നൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സഹായങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. ഭക്ഷണം, വസ്ത്രം, വെള്ളം, മരുന്ന്, ഇവയെല്ലാം തന്നെ അവർക്ക് എത്തിക്കുന്നതിൽ അവരെ തടയുക എന്നുള്ളത്, വിലക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ വിലക്കിക്കൊണ്ട് പൂർണ്ണമായും അവരെ സമ്മർദ്ദത്തിലാക്കി അവിടുത്തെ ജനതയെ വളരെയധികം ബുദ്ധിമുട്ടിച്ച് അവിടുന്ന് പൂർണ്ണമായും അവരെ ഒഴിവാക്കുക എന്നുള്ള അജണ്ട തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മൂന്നാമത്തെ അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനോടകം തന്നെ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഗാസ പിടിച്ചെടുത്ത് അതൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ 3 അജണ്ടയോടുകൂടി തന്നെയാണ് ഇസ്രായേൽ ഈ രണ്ടാം യുദ്ധം അവിടെ പുനരാരംഭിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. ഇതൊരു നോമ്പ് കാലമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആദ്യം അവര് വെടിനിർത്തൽ കരാറിലൊക്കെ ഉണ്ടാക്കി ജനുവരി ആദ്യം ഏതാണ്ട് 19ഓടുകൂടി ആദ്യ വെടിനിർത്തൽ കരാർ നിലവിൽ വരികയാണല്ലോ. അതിനുശേഷം ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിൻവലിഞ്ഞു എന്ന് തോന്നിയെങ്കിലും അവിടെ എല്ലാ ഭാഗങ്ങളും ഇസ്രായേലിന് പിൻവാങ്ങിയ മിക്ക പ്രദേശങ്ങളിലും ഒളിക്യാമറകൾ സ്ഥാപിച്ചാണ് ഇസ്രായേൽ പിന്നോക്കം പോയതെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അവിടെയൊക്കെ ഈ ഹമാസിന്റെ പലതരത്തിലുള്ള തീവ്രവാദ വിഭാഗങ്ങൾ റീഗ്രൂപ്പ് ചെയ്യുവാൻ, ഒന്നിക്കുവാൻ പരിശ്രമം നടത്തുന്നതായും ഈ നോമ്പ് കാലത്ത് അവരൊക്കെ കൂടിച്ചേരാൻ ശ്രമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അത്തരം പ്രദേശങ്ങൾ പ്രത്യേകമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ടണലിൽ ഉൾപ്പെടെ പോലും ആക്രമണം നടത്താൻ കഴിയുന്ന അത്യാധുനികമായിട്ടുള്ള ബോംബുകൾ, അതിൽ ഇന്ത്യയുടെയും സഹായമുണ്ടെന്ന് പറയപ്പെടുന്നു കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ബോംബുകൾ പൂർണ്ണമായും അവിടെ പരീക്ഷിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അവിടെ വലിയ തോതിലുള്ള ആക്രമണം, അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരത്തിൽ വളരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. വളരെ പ്രൊഫഷണലായ ഇസ്രായേലിന്റെ സൈന്യത്തോടു കൂടിയാണ് ഈ ഹമാസ് ഏറ്റുമുട്ടുന്നത്. അതാണ് അവരുടെ വിഡ്ഢിത്തം എന്ന് പറയുന്നത്. ഈ നോമ്പ് സമയത്ത് അവർ ഈ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടും. ആ സമയത്ത് അടി കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് ഒന്നിച്ചു കൂടാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ പല ഹോസ്പിറ്റലുകളിൽ നിന്നും അവിടെ ഇവരെ ആക്രമിക്കാനുള്ള ന്യായീകരണമായി പറയുന്നത്, ഇങ്ങനെ ഛിന്നഭിന്നമായി പോയിട്ടുള്ള പല ഹമാസ് നേതാക്കളും ഈ ഹോസ്പിറ്റലിൽ ചില പ്രത്യേക സമയത്ത് ഒന്നിച്ചു കൂടുന്നതായിട്ടും അതിനെതിരെ ആ പ്രദേശം ലക്ഷ്യമാക്കി ബോംബ് വർഷിക്കുന്നതായിട്ടും ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള നീക്കങ്ങളും ഗാസയിൽ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഗാസയുടെ മുക്കിലും മൂലയിലും ഒളിക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെയുള്ള ഹമാസിന്റെ ഏത് നീക്കങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്ത് അവസാന ഹമാസിന്റെ പിന്തുടർച്ചാ അവകാശിയെ പോലും അല്ലെങ്കിൽ സപ്പോർട്ടറെ പോലും അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തെ പൂർണ്ണമായും ഹമാസ് വിമുക്ത മേഖലയാക്കുക എന്നുള്ള ഇസ്രായേലിന്റെ തികഞ്ഞ ബുദ്ധി തന്നെയാണ്. ഇപ്പൊ യമനിലും അമേരിക്ക ആക്രമണം ഹൂതികൾക്കെതിരെ ശക്തമാക്കിയിരിക്കുകയാണ്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പദ്ധതി എന്ന് പറയുന്നത്. ഇത്രയും നാൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 50,000-ലധികം പലസ്തീനികളാണ് ഈ പ്രദേശത്ത് കൊല്ലപ്പെട്ടത്, അഥവാ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ വധിക്കപ്പെട്ടത് എന്നുള്ളത്. ഇപ്പോൾ തന്നെ ഈ രണ്ടാം ആക്രമണം പുനരാരംഭിച്ചതിന് ശേഷം ഇതിനോടകം തന്നെ 700-ലധികം ആളുകൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോ ദിവസവും ഈ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ
അവിടെ അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ പ്രതിഷേധിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇതൊരു പുതിയ മാറ്റമാണ്. ആ പുതിയ മാറ്റം എന്ന് പറയുന്നത് ഹമാസിനെ എത്രയും പെട്ടെന്ന് പുറത്തു പോകൂ എന്നാണ് പറയുന്നത്. ഗോ ഔട്ട് എന്നാണ് അവിടെയുള്ള ജനങ്ങൾ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ വീഡിയോകളൊക്കെ പുറത്തു വരുന്നു. അവരെ ഈ ഹമാസിലുള്ള നേതാക്കൾ അവിടെ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു, അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, അവരെ നിരുത്സാഹപ്പെടുന്നു, അവരെ പിരിച്ചുവിടുന്നു. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ ഇവിടെ ഗാസയിൽ നടക്കുന്നതായിട്ട് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ചില മേഖലകളിൽ 100-ലധികം ആളുകളാണ് ഓരോ ദിവസവും സംഘടിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം, പലസ്തീൻ വിമോചനത്തിന് വേണ്ടി നിൽക്കുന്ന മറ്റ് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തലവേദനയാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമായൊരു സംഘർഷത്തിലേക്ക് കൂടിയാണ് അവിടെ നീങ്ങുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം വേണം, ജലം വേണം, മരുന്ന് വേണം, അവർക്ക് ഇതരമായി ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വേണം. ഒന്നുമില്ലാതെ വെറും കേവലമായ തരിശുഭൂമിയിൽ രക്തരൂക്ഷിതമായി കിടക്കുന്ന ഒരു പ്രദേശത്ത് പട്ടിണി, അതിരൂക്ഷമായ പട്ടിണി, വരൾച്ച, അവിടെ ആകെ മഹാമാരികൾ പടർന്നു പിടിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഒരു വലിയ ആവശ്യമായി നിൽക്കുമ്പോൾ ഹമാസ് ബന്ദികളെ ഇപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതൊരു സമ്മർദ്ദ തന്ത്രമായി ഇസ്രയേലിന് മുകളിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ തങ്ങളല്ല പ്രശ്നം, ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയമാണ് ഇതിനൊക്കെ കാരണം. അതുകൊണ്ടാണ് അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറാത്തതെന്ന് ഹമാസ് ആരോപിക്കുകയാണ്. പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ചില വിമർശനങ്ങളൊക്കെ അവിടെ ഉയർന്നു വരികയും അതുപോലെ തന്നെ ഈ അവിടുത്തെ മാനുഷികപരമായിട്ടുള്ള ഈ അവസ്ഥ കണ്ടറിഞ്ഞിട്ട് അവിടുത്തെ ചില സൈനിക മേധാവികളൊക്കെ ഈ രക്തരൂക്ഷിതമായ ആക്രമണത്തിൽ നിന്ന് ഒരല്പം പിന്നോട്ട് പോകണം, ഒരല്പം മാറിയുന്നുകൊണ്ട് സമാധാന ഉടമ്പടികളിലേക്ക് പോകണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തായും അങ്ങനെയൊക്കെ പറഞ്ഞവരെ ആ തൽസ്ഥാനത്തുനിന്ന് തന്നെ മാറ്റിക്കൊണ്ടുള്ള ഓർഡറുകൾ അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് അവിടുത്തെ സൈനിക സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഭാഗത്തിന്റെ തലവനെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ പല സൈനിക നേതാക്കന്മാരെയും ഈ അദ്ദേഹത്തിനെതിരെ നിലപാടെടുത്ത പല സൈനിക നേതാക്കന്മാരെയും അവിടെ നിന്ന് മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇതിൽ നിന്നൊക്കെ പിന്നോക്കം പോകാത്തത് എന്നാണ് ഹമാസ് പറയുന്നത്. എന്നാൽ ബന്ദികളെ വിട്ടുകിട്ടാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള ഉറച്ച നിലപാടുകളാണ്. അവിടെ തന്നെ ഒരു വിഭാഗം ജനത, പ്രത്യേകിച്ച് ഇസ്രയേലിൽ തന്നെ ഈ ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്നവരുടെ ബന്ധുക്കൾ, അവരൊക്കെ ഈ ഇസ്രയേലിന് മുകളിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഈ വലിയ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ യാതൊരു കാരണവശാലും തങ്ങൾ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നും അവസാന ഹമാസിന്റെ പിന്തുടർച്ചാവകാശിയെയും സപ്പോർട്ടറെയും ആ മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ട് ആ പ്രദേശം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കുക, തങ്ങളുടെ താല്പര്യങ്ങളെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ള ഉറച്ച നിലപാടെടുത്തുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ പിന്തുണയോടെ പോകുന്നത്. എന്നാൽ ഗാസയിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള അവിടെയുള്ള ജനങ്ങളുടെ തന്നെ മുദ്രാവാക്യം വിളികൾ, ഇവരെ പുറത്താക്കുവാൻ അവർ തന്നെ നടത്തുന്ന ആഭ്യന്തരമായിട്ടുള്ള ഈ മുന്നേറ്റം അത് വിജയത്തിൽ കലാശിക്കട്ടെ, അത് സമാധാനം കൊണ്ടുവരട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും ആഗ്രഹിക്കുകയാണ്.